ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വടക്കൻ മലബാർ രുചി ചെയ്യുന്നത് ഒരു മിൽക്ക് പേടയാണ്. വെറും 3 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വിധത്തിൽ മൈക്രോവേവിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത വിധം ചെയ്യേണ്ടത് ഞാൻ മുന്നേ ഒരു മിൽക്ക് പേടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇതിനായിക്കൊണ്ട് 2-3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. 1.5 കപ്പ് മിൽക്ക് പൗഡറിന് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ ഏലക്കായിട്ടാണ് പൊടിച്ചത്. പിന്നെ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്താൽ മതി. ഷുഗർ പൊടിച്ചത് വേണ്ട. ഞാൻ ഈ മിൽക്ക് പേടയ്ക്ക് ഉപയോഗിച്ചത് ലില്ലീസ് നറുനെയ്യാണ്. നല്ല ഗുണനിലവാരമുള്ള നല്ല അടിപൊളി നെയ്യാണിത്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഈ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഫുൾ ഫാറ്റ് മിൽക്ക് കൂടി വേണം. ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം. 1.5 കപ്പ് മിൽക്ക് പൗഡർ, 3/4 കപ്പ് ഷുഗർ പൊടിച്ചത്. ഷുഗർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഫുൾ ഫാറ്റ് മിൽക്ക് വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീ. പൗഡറിൻ്റെയും ഷുഗറിൻ്റെയും മെഷർമെൻ്റ് എടുത്തത് ഈ സ്റ്റാൻഡേർഡ് കപ്പിനാണ്. മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഒരു ബൗളും കൂടി വേണം. ഈ ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ലില്ലീസ് നറുനെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മൈക്രോവേവിൽ 1 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. നെയ്യ് മൈക്രോവേവ് വെച്ച് 1 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡറും ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിൽക്ക് പൗഡറും ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ മൈക്രോവേവിൽ വെക്കാൻ പോവുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാഫ്രൻ അതായത് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഒരു നുള്ളി ആ മിൽക്കിലിട്ട് വെക്കുക. അപ്പോൾ ഒരു ചെറിയ ക്രീം കളർ കിട്ടാനാണ്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇടുക. ഓവനിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും 1 മിനിറ്റ് നമുക്ക് മൈക്രോവേവിൽ തന്നെ വെക്കേണ്ടതുണ്ട്. പുറത്തെടുത്ത് മിൽക്ക് മിക്സ് ചെയ്ത ശേഷം വീണ്ടും 1 മിനിറ്റ് കൂടി വെക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി 3 മിനിറ്റ് ആവും. ഇതോടുകൂടി ഇത് പുറത്തെടുത്ത് നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് എക്സസ് വരുന്ന നെയ്യ് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഇത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള സൗകര്യാർത്ഥം ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാവും അതിൽ കയ്യിൽ. അപ്പോൾ അതിലേക്ക് വെച്ച് ഉരുട്ടിയിട്ട് നിങ്ങൾ ഏത് ഷേപ്പിൽ സ്ക്വയറിൽ വേണോ റൗണ്ടിൽ വേണോ എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം.